1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു ആപ്തവാക്യമുള്ളതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പല ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരവധി ഒരു കാരണവുമില്ലാതെ നീതി നിഷേധിക്കപ്പെട്ട് തടവറയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. പല ആളുകളും അതൊക്കെ സഹിച്ച് നിന്ന് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അതിൽ നിന്ന് കൂരിപ്പോരാറ്. ഏതായാലും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട് അതിൽ നിന്ന് പോരാടി തിരിച്ചു വന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്, ശ്രീ താജുദ്ദീൻ. ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുകയാണ്. ഒരു മാല പൊട്ടിക്കൽ കേസ് അല്ലേ? എന്താണത് ശരിക്കും അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഖത്തറിലായിരുന്നു. എൻ്റെ മകളെ നിക്കാഹ് നിശ്ചയിച്ചിരുന്നു ജൂലൈ 8-ന്. അപ്പോൾ അതിന് ഞാനും ഇവനും ഉണ്ടായിരുന്നു അവിടെ നേരം. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നായിരുന്നു നിക്കാഹ് കാര്യങ്ങൾ നടത്തി വീണ്ടും അഡ്മിഷനും നടത്തിയിട്ട് പോകാമെന്നുള്ള ഒരു 10 ദിവസത്തെ ലീവിന് വന്നായിരുന്നു. ഞാൻ വന്നു, നാട്ടിലേക്ക് വന്നു. നമ്മൾ നിക്കാഹിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കാഹ് ഭംഗിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് കഴിഞ്ഞ ഇതിൽ എനിക്കും എൻ്റെ പുതുപെണ്ണിനും പുതു ചെറുക്കനും കൂടി ഒരു ചെറിയ ഫംഗ്ഷൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നടന്നു. ഞാൻ അപ്പോൾ 10-ാം തീയതി ആയിരുന്നു അത്. 11-ന് ഞാൻ ഇവൻ്റെ അഡ്മിഷന് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങ് ഖത്തറിലേക്ക് പോകേണ്ട പ്ലാനായിരുന്നു. അങ്ങനെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് വീട്ടിലേക്ക് എൻട്രി കയറുന്നത് ആ ഒരു വഴിയിലേക്ക് എൻ്റെ വണ്ടി കയറുന്ന സമയത്ത് 2 പോലീസ് ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ കുറച്ച് പോലീസുകാരും ഉണ്ടായിരുന്നു, 8 പോലീസുകാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു ഒരു വണ്ടി ചളി പൂണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. ഞാൻ എന്താക്കി, ഇവൻ്റെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു അന്നേരം. അപ്പോൾ അവരങ്ങ് അയച്ചു കൊടുത്ത് അതിന് ശേഷം വേറെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ, എസ് ഐക്ക് കാണണമെന്ന് പറഞ്ഞു. അവൻ എന്തിനാണ് എന്നെ കാണേണ്ട ആവശ്യം വെച്ചു. അങ്ങനെയല്ല, ഒന്ന് പുറത്തിറങ്ങണമെന്ന്. അങ്ങനെ അവർ തന്ന ഓർഡറിനനുസരിച്ച് ഞാൻ പുറത്തിറങ്ങി. എന്നോട് പറഞ്ഞു ഒന്ന് ജീപ്പിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ വണ്ടി എവിടെയാണ്, കുറച്ച് ദൂരെ ജീപ്പ് നിർത്തിയിട്ടില്ല. അപ്പോൾ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വേറെ ഒരു പോലീസുകാരെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. എന്നോട് ചോദിച്ചു ID ഉണ്ടോ. ഞാൻ ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, കാര്യമുണ്ട് പറയാമെന്നെല്ലാം പറഞ്ഞാൽ അവർ നീട്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ ഇല്ലാണ്ട് ഞാൻ ടയേർഡാണ് എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ ഇതുള്ളായിട്ട്. ആ സമയത്ത് പിന്നെ രണ്ടാമത് അവർ പറഞ്ഞു ID എടുക്കാൻ പറഞ്ഞില്ല. എൻ്റെ ID അന്നേരം പോക്കറ്റിലുണ്ടായിരുന്ന ലൈസൻസ് ആയിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ്. അത് കൊടുത്തതിന് ശേഷം പിന്നെ വെച്ച് ഇന്ന ദിവസം എവിടെയല്ല. ഞാൻ അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യം, ഞാൻ കല്യാണത്തിൻ്റെ തിരക്കിലാണെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് പിടിക്കില്ല. അപ്പോൾ ആര് ചോദിച്ചാൽ അപ്പോൾ ഞാൻ എന്താക്കി, അതിന് കുറച്ച് ധിക്കാരായിട്ട് സംസാരിച്ചു. നമ്മളൊന്നും ചെയ്യാത്ത വെറുതെ പോലീസുകാർ വന്ന് ഇടങ്ങാറാക്കുന്നേരം ഫാമിലിയായിട്ട് വരുന്നേരം അതൊക്കെ അങ്ങനെ സംസാരിച്ചാൽ ഇവനെ പോലീസുകാർ പിന്നെ അവരുടെ ഭാഷ മാറി. ഒരു പെണ്ണിൻ്റെ മാല മോഷ്ടിച്ച് വന്നിട്ടല്ല, നീ ഖത്തറിൽ നിന്ന് വന്നിട്ട് ഇന്ന ദിവസം നീ മാല മോഷ്ടിച്ചു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചാൽ കുറച്ച് വഷളായി, അവിടെ നിന്ന് വക്കാർക്കങ്ങളായി. അപ്പം പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്ന് സ്റ്റേഷനിൽ വരണം, ഒന്ന് വെരിഫിക്കേഷൻ. അപ്പോൾ ഇവരെല്ലാം ഓടി വന്ന് ഇത് കുറച്ച് ഞാൻ പോലീസുകാരായിട്ടുള്ള ഇതാണ്. അങ്ങനെ എല്ലാവരോടും ഇവരോടെല്ലാം പറഞ്ഞാൽ ഓക്കെ ഒന്ന് വെരിഫിക്കേഷൻ സ്റ്റേഷനിൽ അങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ ഇറങ്ങുന്നത് 54 ദിവസം കഴിഞ്ഞിട്ട്. എങ്ങനെ ശരിക്കും ഈ ഒരു കേസിൽ നിങ്ങളാണ് എന്ന് പോലീസിന് തോന്നാൻ കാരണം എന്തായിരുന്നു? CCTV ദൃശ്യം കാണിച്ചിട്ടായിരുന്നു എന്നെ പിടിച്ചുകൊണ്ടുപോയത്. എന്നെ പോലത്തെ ഒരാളാണ് ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ CCTV കണ്ടിരുന്നു? ഇല്ല, എനിക്ക് കാണിച്ച ഈ പിടിക്കുന്ന സമയത്ത് അവർ കാണിച്ചു. പെട്ടെന്ന് ഞാനും ഷോക്കായി പോയി. എന്നുവെച്ചാൽ അത് ബ്ലറായിട്ടുള്ളൊരു പിക്ചറായിരുന്നു. ബ്ലറിലിപ്പോൾ നമ്മളേതെല്ലാം നമുക്ക് കറക്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ മീശയിലുണ്ടെങ്കിൽ മീശ കുറച്ച് തടിച്ചും മറ്റെല്ലാം കാണാൻ. അപ്പോൾ ആ രീതിയിൽ എന്നെ പോലെ തന്നെ കണ്ടു. ഞാൻ ഇതൊന്നും എൻ്റെ ഫോട്ടോ എടുത്ത് വന്നാൽ അങ്ങനെ ചോദിച്ചു പോയിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചത്, ഭാര്യയും ഏകദേശം കൺഫ്യൂഷനാണ്. ക്ലിയർ പിക്ചറല്ല, ഒരു വ്യക്തിയുടെ ക്ലിയർ പിക്ചറല്ല, ബ്ലറായിട്ടുള്ള പിക്ചറാണ്. CCTVയിൽ നിന്ന് ഫോക്കസ് ചെയ്തെടുത്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാമല്ലോ. അതിന് ശേഷമാണ് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എങ്ങനെ എടുത്തത്. അങ്ങനെ ഇവർ കുറേ തെളിവെടുപ്പാനും മറ്റേനൊക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നെ എല്ലാം അതിന് റിമൈൻഡ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്കന്ന് പ്രൂഫ് ഉണ്ടായില്ലേ? സ്വാഭാവികമായിട്ട് കല്യാണമാകുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, ടവർ ലൊക്കേഷൻ എല്ലാം ഉണ്ടായിരിക്കില്ലേ? എല്ലാം പറഞ്ഞു കൊടുത്തു. ഇവർ കേൾക്കുന്നില്ല. എന്തായിരുന്നു പ്രതികരണം? വെച്ചാൽ നീ തന്നെ മറ്റേ ദൃശ്യം മോഡൽ കളിച്ചു. എൻ്റെ അന്നേരം ദൃശ്യം കുറച്ച് ഫേമസ് ആയി. ദൃശ്യം മോഡലിട്ട് നിങ്ങളെ ടവർ ലൊക്കേഷൻ മാറ്റിയിട്ടും അതുപോലെയുള്ള നിങ്ങളെ സ്വഭാവം എന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുക, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എന്നെപ്പറ്റി നിങ്ങൾ പഠിച്ചു നോക്കുക, ഒരു പെറ്റി കേസ് പോലും ഇല്ല, ഇതെല്ലാം നീ ഉണ്ടാക്കിയെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെപ്പറ്റി ഒരുപാട് പ്രൂഫ് കൊടുത്തു. അവിടെ പോയി അന്വേഷിക്കുക, എൻ്റെ വീട്ടുകാരുടെ പഴയ താമസ സ്ഥലത്ത് അന്വേഷിക്കുക, ഞാനെന്നുള്ള വ്യക്തി എങ്ങനെയാണെന്ന്. അതൊന്നും ഇവർ കേട്ടില്ല. ഒരു പെറ്റി കേസ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല.
പക്ഷേ ഇവരത് കേസാക്കി മാറ്റി 54 ദിവസം ഉള്ളിലിട്ടു. എന്തായിരുന്നു ആ ഒരു കാലത്ത് നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാലമായിരിക്കും അത്? ഒരിക്കലും ഓർക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഒരുപാട് ആയിട്ട് എന്നെ പിടിച്ചിട്ട സെല്ലെന്ന് വെച്ചാൽ ആ തലശ്ശേരിയിലെ സബ് ജയിലിലെ ഏറ്റവും വലിയ സെല്ലിലാണ്. ഒരു 16-20 ആളൊക്കെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. ബാക്കിയൊക്കെ ചെറിയ സെല്ലാണ്, ഒരു 4 ആക്കലൊക്കെ. ഈ സെല്ലാണ് ഏറ്റവും കൂടുതൽ. അവിടെ ഒരുപാട് ക്രിമിനൽസ്, ഒരുപാടെന്ന് വെച്ചാൽ പല രീതിയിലുള്ള പോസ്കോ കേസ്, പൊളിറ്റിക്സിലായിട്ടുള്ളത്, കത്തിക്കുത്ത് കേസ്, അടിപിടി കേസ്, അങ്ങനത്തെ കുറേ ക്രിമിനൽസ് എന്നും ചെയ്യാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അത് പറയുകയാണ്, എന്ന് വെച്ചാൽ ഒരു കുറ്റവും ചെയ്യാണ്ട് ഒന്നും അറിയാണ്ട് പോയിട്ട് കിടന്നിരുത്ത്. അപ്പോൾ അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം അവർക്കെല്ലാം പെട്ടെന്ന് ബെയിൽ കിട്ടുന്നു, പോകുന്നു. കുറ്റം ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന്, ഒന്നും ചെയ്യാത്ത തന്നെ പിടിച്ച് നീട്ടി 54 ദിവസം കൊണ്ടിട്ടു. പിന്നെ ജാമ്യം കിട്ടി. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചു. ഇതിൽ അത്രയ്ക്ക് മാനസികമായി തളർന്നു. 2018 അത്, ഇപ്പോൾ 25ആയി. എങ്ങനെയായിരുന്നു ആ ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എങ്ങനെയായിരുന്നു? 65 കിലോ ഉള്ള ഞാൻ, 65-70 കിലോ ഉള്ള ഞാൻ ഏകദേശം 30-35 കിലോ ആയിപ്പോയി. അത്ര ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്തുണ്ട്. ചില മാനസികമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ തളർന്ന് എന്തെല്ലോ ആയി. രാവിലെ ഭക്ഷണം കഴിക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഒന്നാമത് എനിക്ക് ബാത്റൂമിൽ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓപ്പണായ ബാത്റൂമും ഒന്നും വിട്ടു. അപ്പോൾ തിന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതിനുള്ള അവസരമുള്ളതുകൊണ്ട് അങ്ങനെ തിന്നാണ്ടിക്കും, പിന്നെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 35 കിലോ, അത്രയും പകുതിയായിപ്പോയി. ഞാനന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇറങ്ങി വന്നേരം. അത്രയും ശരീരം ഇതെല്ലാം ഇപ്പോൾ എന്നാലും കുറച്ച് തടിച്ചിന്, മെലിഞ്ഞ് എന്നല്ലോ ശരീരത്തിൽ ഇറച്ചി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ രീതിയിൽ തിരിച്ചു വന്ന് ഇപ്പോൾ ഞാൻ ജാമ്യത്തിലിറങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു ഫ്രണ്ടുണ്ട്, ഷാവുൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു MLA TV ഇബ്രാഹിമിൻ്റെ PA ആണ്. അപ്പോൾ അവൻ ഞങ്ങളെ തിരുവനന്തപുരത്ത് വിളിച്ച് അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, വേണ്ടപ്പെട്ട DGPക്ക് അതുപോലുള്ള എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം അവർ ഇൻവെസ്റ്റിഗേഷനിൽ അവർ ഉത്തരവിട്ടു. പോലീസുകാരെ പിന്നെ കണ്ടിരുന്നു ചക്കരക്കൽ സ്റ്റേഷനിലെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ബെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ബെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒപ്പിടാൻ പോകുന്ന സമയത്ത് കണ്ടു. പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആരും കാണാൻ എനിക്ക് താല്പര്യമില്ല, അവർക്കും എന്നെ കാണാൻ തല്ല. അവരെല്ലാം ഒരു പ്രാവശ്യം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കുറച്ച് പോലീസുകാർ കണ്ടിരുന്നു. എനിക്ക് ചക്കരക്കൽ ഭാഗത്തുള്ള എൻ്റെ ഭാര്യ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയിരുന്നു അവിടെ. അന്നേരമാണ് ചക്കരക്കല്ലിൽ ശരിക്കും അറിയുന്നത്. അപ്പോൾ അവിടെ വെച്ച് 2-3 പോലീസുകാരെ കണ്ട് എന്നെ ഉപദ്രവിച്ച ടീമാണ്. അപ്പോൾ അവർ എന്നെ കണ്ടാൽ അപ്പോൾ നിന്ന് എസ്കേപ്പ് ആയിക്കാണ്. കസ്റ്റഡിയിൽ വെച്ച് അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? അടിച്ചിട്ടുണ്ട്. അവർ ഒരു SI ബിജു കൂടെ അടിച്ചു. പിന്നെ അവർ അടിക്കാൻ ഒരുപാട് ഞാൻ കുറച്ച് ഡിഫെൻഡ് ചെയ്തു. അതിൽ എൻ്റെ ഷർട്ടും പാൻറ്റെല്ലാം ഊരിയിട്ട് ഒരു ഷഡ്ഡിയിൽ നിലത്തിരിച്ചിട്ട് കാലിൻ്റെ അടി അടിക്കേണ്ട പ്ലാനായിട്ട് ലാത്തിയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് നല്ലോണം. അപ്പോൾ ആ രീതിയിൽ അവർ അത് ഉപേക്ഷിച്ചാണ്. അതിനെടുക്കാൻ ആ ദേഷ്യത്തിലാണ് എനിക്കൊരു ചെവികളിലെ തീടമുണ്ട് എന്ന് പ്രതീക്ഷിക്കാത്തൊരടി. കണ്ണീച്ച വാറിപ്പോയി എന്നൊക്കെ പറയുന്നില്ല, അതെല്ലാം ഉണ്ട്. പക്ഷെ അവർ പറയുന്ന ഈ കള്ളൻ ഒരിക്കലും സത്യം പറയില്ല. ഏതൊരു കള്ളനും ഒരു കട്ടില്ല എന്നാ പറയും. കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട പിടിച്ചോന്നും ആരും പറയില്ല. അപ്പോൾ അവർ അതേ സിസ്റ്റത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ കക്കാത്തതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ആളെ അറിയാം, അങ്ങനെ എന്തെങ്കിലും നോക്ക് വേറെ വയ്ക്കുക. അന്നേരം പറയുന്നത് അല്ലല്ല നീ തന്നെ എന്നാണ്. ഫോട്ടോ ഉണ്ടല്ലോ. ഹൈക്കോടതിയിലേക്ക് എത്തി എങ്ങനെയാണ് ഒരു പോരാട്ടം എത്തിയത്? ഹൈക്കോടതിയിൽ പോരാടാന്ന് വെച്ചാൽ ഈ പോരാടമില്ല. ഈ ഹൈക്കോടതിയിൽ ഞങ്ങളെന്താക്കി, ബെയിലിന് ഇറങ്ങിയതിന് ശേഷം ഞാനെല്ലാം 100% അവർ ഇതായി കംപ്ലീറ്റ്. ഞാനല്ല എന്നുള്ള DGP അനൗൺസ് ചെയ്തു. അതിനുശേഷം ഇത്രയും അനുഭവിച്ചില്ലേ. പിന്നെ അതിനിടയിൽ ഏകദേശം ഗൾഫിൽ പോകാനുള്ള ഏകദേശം സമയമായി. 6 മാസമല്ല 5 മാസത്തോളമായി. അപ്പോൾ നമ്മൾ ഫാമിലിയെല്ലാം കൂടി ചർച്ച ചെയ്ത് നമുക്കിതെന്തായാലും നമുക്ക് നഷ്ടപ്പെട്ട് എന്തായാലും തിരിച്ചെടുക്കണമെന്നുണ്ട്. അത് ഫിനാൻസ് തരാൻ പറ്റും. എൻ്റെ മാനസികാവസ്ഥയും മറ്റുള്ള ശാരീരികമായിട്ടൊന്നും ആർക്കും തരാൻ പറ്റില്ല. അപ്പോൾ അതിൽ കൂടിയെങ്കിൽ റിക്കവർ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞ് വക്കീലിനെ കാണാം. ആസിഫ് അലി വക്കീൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ആസിഫ് അലി ഓക്കെ ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് വന്ന് ആസിഫ് അലി എന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇടയ്ക്ക് വേണ്ട ഒപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഒടുക്കം വിധി 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം അല്ലേ? അൽഹംദുലില്ലാ, അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ 14 ലക്ഷം റുപ്യ ഒന്നുമല്ല എനിക്കിപ്പോൾ 1000 കോടി എന്നാലും എൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ള ചാനലിൽ 1000 കോടി എന്നാലും എനിക്കിത് ആവില്ല. എന്നുവെച്ചാൽ എൻ്റെ മാനസിക പ്രിപ്പറേഷൻ, എൻ്റെ ഇപ്പോഴത്തെ ശരീരാവസ്ഥ മൊത്തം പോക്കാം. ഞാൻ 41 ദിവസം നല്ല ദിവസത്തിൽ ജീവിച്ചു. അതിനുശേഷം മൊത്തം ടെൻഷനും കാര്യങ്ങളും എവിടെ എനിക്കിപ്പോൾ ഇന്നും എനിക്ക് പ്രഷർ, ഷുഗർ, മറ്റുള്ള എല്ലാ രോഗങ്ങളും എന്നെ
വേട്ടാടുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഇപ്പം കാലും കാലിൻ്റെ വിരലൊക്കെ കട്ട് ചെയ്ത് ഇൻഫെക്ഷൻ വന്ന് എനിക്ക് 2 സ്ട്രോക്ക് വന്ന് അപ്പോൾ അതേ രീതിയിലെല്ലാം ഇങ്ങനെ റിക്കവർ ചെയ്ത് പോകുന്നുള്ളൂ. പക്ഷേ ഇന്നും ഞാൻ സാറ്റിസ്ഫൈ അല്ല എൻ്റെ ലൈഫിൽ. ഇപ്പോൾ അൽഹംദുലില്ലാ ഉള്ളതിൽ ഇതായിട്ട് പോകാമെന്നുള്ള. പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് എന്താ ഉണ്ടാക്കുന്ന അതിൻ്റെ ചർച്ചകൾ നമ്മളിപ്പോൾ വക്കീലായിട്ട് തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് എന്തായാലും പോകും നമ്മൾ. ആക്ച്വലി ഈ കിട്ടിയ പൈസ തന്നെ ഇപ്പോൾ ഞങ്ങളടുത്ത് വക്കീൽ പറഞ്ഞത് ഒന്നുമല്ല, ഒരു അഡ്വാൻസ് പോലെ കണ്ടാൽ മതി, നിങ്ങൾക്ക് കീഴ്ക്കോടതിയിൽ സിവിൽ കോർട്ടിൽ നിങ്ങൾക്ക് പോയിട്ട് എന്താ വേണ്ട ചെയ്യാതെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വിധി വന്നതെന്ന് പറഞ്ഞു. പ്രവാസിയായിരുന്നു, ഇപ്പോൾ വിദേശത്തുള്ള ബിസിനസ്സൊക്കെ ഇതിനോട് അനുബന്ധിച്ചാണോ പോയത്? എല്ലാം പൊട്ടിപ്പോയി. ഇതിൻ്റെ ഈ സംഭവം വന്നതുകൊണ്ട് കംപ്ലീറ്റ് കൊടുക്കാനുള്ളതും അത് കടം പറയായി, പിന്നെ കിട്ടാനുള്ള എല്ലാം ലോസായി. എന്നുവെച്ചാൽ ഒരുപാട് കോർപ്പറേഷൻ കമ്പനിയിലായിരുന്നു, കോർപ്പറേറ്റ് കമ്പനിയിലെ കോർപ്പറേറ്റ് കമ്പനിയിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. LND അതേപോലത്തെ അവിടെയൊക്കെയാണ് ഇതൊക്കെ കൊടുത്തിരുന്നത്, വണ്ടികളെല്ലാം. അപ്പം അത് എൻ്റെ അടുത്ത് നിന്ന് ചെക്ക് പാസ്സാകുന്നുള്ള ഒരു ടൈമിംഗ് ഉണ്ട് ഇവർക്ക്. ഈ സംഭവം ഇവിടുന്ന് കിടന്ന് അവിടെ പോകുമ്പോൾക്ക് അവിടുന്ന് എനിക്ക് ചെക്കെല്ലാം ഓൾറെഡി മിസ്സായിപ്പോയി. അതിനിടയ്ക്ക് അവിടെ ജയിലിൽ കിടന്ന് ഡിപ്പോർട്ട് ചെയ്തു. അതെല്ലാം ശരിയാക്കി വന്നതായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ സ്പോൺസർ അക്കൗണ്ടിലിട്ടുകൊണ്ട് അവിടുത്തെ ജയിലിൽ കിടന്ന് അവർക്ക് അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് പോയിപ്പോയി. എന്നുവെച്ചാൽ ഒരുപാട് വലിയ പൈസയായിരുന്നു, 10-25-30 ലക്ഷം റുപ്യൻ്റെ എല്ലാം ബില്ലാണ് വന്നത്. അപ്പോൾ ഒരു വണ്ടീൻ്റെ ഒന്നുമല്ല, 10-20 വണ്ടീൻ്റെ. അപ്പോൾ അവിടുന്ന് കുറച്ച് വണ്ടിയെല്ലാം ഹയർ ചെയ്തിരുന്നു പുറത്തുനിന്നുള്ള, ആ പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെക്ക് കേസിൽ അതിലും അവർ ബാൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ നാട്ടിലെത്തിയോണ്ട് രക്ഷപ്പെട്ടില്ല. അതിൽ നമുക്ക് എടുക്കേണ്ടി വരുമായിരുന്നു ഒരു കൊല്ലം 2 കൊല്ലം വേറെ. എല്ലാം ഒന്നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. തുടങ്ങാൻ പറഞ്ഞാൽ ആയിട്ടില്ല, എന്ന് വെച്ചാൽ ആണ് ഇൻഷാ അല്ലാ. 1 മുതൽ ഇപ്പോൾ മകനിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ഒരു ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് മാനേജറായിട്ട്. ഇപ്പം അതിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യണം. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാവും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അച്ഛനെ ഒരു കള്ളനാക്കുന്നു, സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു. അന്ന് എത്ര വയസ്സായിരുന്നു? എങ്ങനെ ഇതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്തത്? അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു പീരീഡിൽ കഴിഞ്ഞു. കാരണം ഒരു ഫാദർ ചെയ്യാത്തൊരു സംഭവത്തിൽ ജയിലിൽ കിടക്കുക, പിന്നെ പെങ്ങളെ നിക്കാഹിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? പിന്നെ അതുപോലെ 54 ദിവസം ജയിലിൽ കിടക്കുന്ന ഒരു ഉപ്പാനെ ജയിലിൽ പോയിട്ട് കാണുന്ന നേരം ബെയിലി കിട്ടിയിട്ടില്ല ഉപ്പ എന്ന് പറയുന്നവർ ഉണ്ടാകുന്നവരുള്ള എൻ്റെ ഒരു നിസ്സായ അവസ്ഥയില്ലേ അത്. പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഒരുപാട് പറയാനും ഒരുപാട് അനുഭവങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ വിധി, ഇന്നലെ വന്ന ഈ വിധി എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും പിന്നെ സന്തോഷം, ഊർജ്ജം തരുന്നതാണ്. ഇനി തീർച്ചയായും ഇനി നമ്മളെ വക്കീലിനോട് സംസാരിച്ചിടത്തോളം മനസ്സിലായത് ഇനി നമുക്ക് വീണ്ടും താഴെക്കോടതിയിലോട്ട് നമുക്ക് ഇനിയും കേസായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഇച്ചിരി നീതി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ പിന്നിൽ നമ്മളെ ഇതിൽ കൂടെ നിന്ന് എല്ലാ മീഡിയക്കാരോടും നന്ദി അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. ഏതായാലും നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നൊക്കെ നമ്മൾ വളരെ ആലങ്കാരികമായിട്ടൊക്കെ പറയാറുണ്ട്. ഏതായാലും ഈ മനുഷ്യൻ അങ്ങനെ ഉറച്ച് നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട നീതി അത് പിടിച്ചു വാങ്ങാൻ ആയത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി വേണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇവർ ആ നീതിക്കായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ബംഗളൂരുവിൽ നിന്നും KV ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.